പ്രിയപ്പെട്ട യുവതി യുവാക്കന്മാരെ, ഏവർക്കും നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കൊരു മാതൃക പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ലോകത്തിൽ രണ്ട് തരത്തിലുള്ള മാതൃകകളുണ്ട്. ഒന്ന്, നിങ്ങൾ എപ്രകാരം ആയിത്തീർന്നാൽ നന്നായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന മാതൃക. രണ്ട്, അതിന് വിപരീതമായി നിങ്ങൾ ജീവൻ പോയാലും ഇങ്ങനെ ആയി പോകരുതേ എന്നതിൻ്റെ മാതൃക. ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന രണ്ടാമത്തെ മാതൃകയാണ്. അതുകൊണ്ട് ആ മാതൃകയുടെ ഗുണം ഒന്ന് മണത്തറിയുന്നതിന് അദ്ദേഹത്തിൻ്റെ ചില ദൃശ്യങ്ങൾ നിങ്ങളെ കാണിച്ചുകൊണ്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ തികച്ചും വസ്തുനിഷ്ഠമാണ് എന്ന് നിങ്ങൾക്ക് 100% ബോധ്യം വരേണ്ടതിന് ഒരു 2-3 മിനിറ്റ് നമുക്ക് അദ്ദേഹത്തിൻ്റെ സമാനതയില്ലാത്ത കലാപരിപാടികൾ കണ്ട ശേഷം അത് എന്നിൽ ഉണർത്തിയ ചില ചിന്തകൾ നമുക്ക് പരിഗണിക്കാം. ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്ന വീഡിയോയിൽ ഈ മഹാൻ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെ വാഴ്ത്തി പുകഴ്ത്തി വാനോളം പൊക്കുന്ന ഒരു ദൃശ്യമാണ് നാം കാണുന്നത്. ട്രംപ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് തേന ഒലിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ സ്നേഹം സ്ഫുരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ബഹുമാനം തിമിർക്കുന്നു. ആ ഒരവസ്ഥയിൽ ട്രംപിനെ അദ്ദേഹം അനുമോദിക്കുന്നു എന്ന് മാത്രവുമല്ല, ട്രംപ് നമ്മളെപ്പറ്റി ഏതോ നല്ല കാര്യം പറഞ്ഞതുകൊണ്ട് നമ്മളുടെ എല്ലാം നമ്മൾ നേടി, ഇതിനപ്പുറത്ത് ഒരു അംഗീകാരമൊന്നും ഇതിന് കിട്ടാനില്ല, ട്രംപാണ് ലോകത്തിലെ ഏറ്റവും ആത്യന്തികമായ അഭിപ്രായം അല്ലെങ്കിൽ അധികാരം എന്ന വിധത്തിൽ ട്രംപിനെ വാഴ്ത്തി പുകഴ്ത്തുന്ന ഈ ഒരു ദൃശ്യം നിങ്ങൾ കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പരിചയപ്പെടാം. Has applauded and given a standing ovation to India's election commission and electoral system. He said, he put out a tweet saying India's last election had 646 million voters, less than 1% votes by mail, and every single voter had to have a valid photo identity document. And he says, this is brilliant. Why can't we do the same thing in the United States of America? We need to pass the Save America Act now. Ladies and gentlemen, those people, the crusaders of the Sanvidhan Khatre mein hai group, have lost their words at this because now everything is over for them. They've lost the elections. They couldn't promote CJP, and now even America has let them down. The Democracy in Danger lobby, who batted. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടത് ട്രംപ് നമ്മെപ്പറ്റി, നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയെപ്പറ്റി, നമ്മുടെ വോട്ടിംഗ് സിസ്റ്റത്തിനെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് വരുന്ന തലമുറകൾക്ക് ആ ഒരു അംഗീകാരത്തിന് തണലിൽ ഉടുക്കാൻ മുണ്ടില്ലെങ്കിലും കഴിക്കാൻ ആഹാരമില്ലെങ്കിലും സുഖമായിട്ട് സന്തോഷമായിട്ട് തിമിർത്ത് കഴിയാം എന്നാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. BJPയുടെ ഏറ്റവും വലിയ നിധിയായ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഏറ്റവും വലിയ ചട്ടുകമായ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ശവക്കുഴി തോണ്ടാൻ എല്ലാ കഴിവുമുള്ള നമ്മുടെ ജ്ഞാനേന്ദ്രകുമാർ അമേരിക്കയിലോട്ട് കെട്ടിയെടുത്തിട്ടുണ്ട്. ട്രംപിന് നവംബർ മാസത്തിൽ ഇലക്ഷൻ അഭിമുഖീകരിക്കണം. ട്രംപിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അമേരിക്കയിലെ ഒപ്പീനിയൻ സർവേയുടെ ഫലം ഈ കഴിഞ്ഞ ആഴ്ച വന്നതിൽ ട്രംപിന് 30% മാത്രമേ അംഗീകാരമുള്ളൂ. അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രമാത്രം ജനപ്രീതി നഷ്ടപ്പെട്ട ഒരു പ്രസിഡന്റ് ഇല്ല. അതുകൊണ്ട് വരാൻ പോകുന്ന ഇലക്ഷനിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെപ്പറ്റി വളരെയധികം
ഞെട്ടി വിറച്ച് വേവലാതി പൂണ്ട് പണ്ടത്തെ മലയാളത്തിൽ പറഞ്ഞാൽ വേവെള്ളം തൂറ്റി കഴിയുന്ന ട്രംപിന് ആശ്വാസം പകരുന്നതിന് വേണ്ടി ഇന്ത്യ പ്രത്യേകമായി അഭിഷേകം ചെയ്ത് അധികാരപത്രം കൊടുത്ത് അയച്ചിരിക്കുന്നത് നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെയാണ്. അതുകൊണ്ട് ആ പശ്ചാത്തലത്തിലാണ് ട്രംപ് പറയുന്നത് ഇതാണ് ലോകത്തിലെ ഏറ്റവും നല്ല സിസ്റ്റം. കാരണം എനിക്ക് ഏതിലെങ്കിലും ഇനി പ്രത്യാശ വയ്ക്കാനുണ്ടെങ്കിൽ ഈ ഒരു കലാകാരൻ്റെ കഴിവിൽ മാത്രമാണ്. ഭാരതത്തിൽ ഇദ്ദേഹം കാട്ടിക്കൂട്ടിയ വിസ്മയങ്ങൾ ലോകത്തെ മുഴുവനും അമ്പരിപ്പിക്കാൻ പര്യായമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് ജ്ഞാനേഷ് എന്ന പർവ്വതത്തിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം അവിടെ നിന്ന് വരും എന്നാണ് ട്രംപ് പറയുന്നത്. അത് വെച്ചുകൊണ്ടാണ് ഇദ്ദേഹം കസർത്തുന്നത്. ഇതിലപ്പുറം നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടാനില്ല എന്ന് മാത്രവുമല്ല, നമ്മുടെ ഇലക്ഷൻ വ്യവസ്ഥിതിയെ വിമർശിക്കുന്ന രാഹുൽ ഗാന്ധി പോലെയുള്ള മൂരാച്ചികൾ, രാജ്യദ്രോഹ ശക്തികൾ അവരുടെ വായടഞ്ഞു പോകും. ഇനി അവർക്കൊന്നും പറയാനൊക്കത്തില്ല. അവർ കടയടച്ച് വീട്ടിൽ പോകും. ഇനി അവരെ മഷിയിട്ട് നോക്കിയാൽ കാണാനൊക്കത്തില്ല എന്നാണ് ഇദ്ദേഹം കൊണ്ട് പറഞ്ഞ് ഒപ്പിച്ചു വെക്കുന്നത്. അപ്പോൾ അർണവ് ഗോസ്വാമിയുടെ കണ്ണിൽ ഇന്ന് ലോകത്തിൽ ഏറ്റവും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഏറ്റവും മഹാനായ വ്യക്തി ആരാണ്? ഡൊണാൾഡ് ട്രംപാണ്. ഇത് വ്യക്തമാണല്ലോ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അത് നേരെ മറിച്ചാണ്. Together, because it is now Donald Trump versus India. Donald Trump is foolishly, continuously, and desperately announcing a trade war day after day. He keeps escalating it, and he's just announced about an hour back about total of cumulatively 50% tariffs on India. That's 25% that was already there, and additional 25% because we are buying oil from Russia. So reciprocal and additional 50% MAGA Donald Trump tariffs for India. And we say tonight to Donald Trump, bring it on. Bring it on, ladies and gentlemen. And that's been our response. We've told them that you can't touch us. You can't really impact us. And ladies and gentlemen, tonight I'm going to give you several reasons why we're going to fight back. But before that, keep in mind I have with me in my hand today what I believe is the strongest ever statement that the government of India has issued against the United States of America. And we are so proud, so incredibly proud of the Narendra Modi government for saying through an official statement to the United States of America, to Donald Trump, that India is a large and powerful country and a proud country. You can go and try bully someone else. We are going to stare you back. If you find yourself getting emotional quickly, അപ്പോൾ ഇതാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്, ട്രംപ് 50% തീരുവ ഭാരതത്തിൽ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങളിൽ ചാർത്താൻ പോകുന്നു. അതിനെ ഭാരതത്തിൻ്റെ ധീരശൂര പരാക്രമിയായ നരേന്ദ്രമോദി നഖശിഖാന്തം എതിർത്ത് ട്രംപിന് ഉറക്കം വരാത്ത വിധത്തിൽ ഒരു നിലപാടെടുത്തിരിക്കുന്നു. ട്രംപിനെ അവൻ്റെ കണ്ണിൽ നോക്കി ചുട്ട മറുപടി പറയാൻ കഴിവുള്ള ലോകത്തിലെ ഏക നേതാവ് നരേന്ദ്രമോദിയാണ്. ഇത് മാത്രവുമല്ല, അദ്ദേഹം ഈ വീഡിയോ ആരംഭിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഭാരതത്തിലെ എല്ലാ പൗരന്മാരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് ട്രംപിനെ എതിർക്കണം. അപ്പൊ ആദ്യം കണ്ട വീഡിയോയിൽ ട്രംപാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ട്രംപ് ഒരു നല്ല വാക്ക് നമ്മളെ പറ്റി പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറഞ്ഞു, നമ്മുടെ ഇലക്ഷൻ സംവിധാനത്തെ പറ്റി പറഞ്ഞു. അത് മതി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പൊ നേരെ കടകം മറിഞ്ഞ് ട്രംപിനെ എതിർക്കണമെന്നും ചെറുക്കണമെന്നും ഒരു വിധത്തിലും സഹിച്ചുകൂടാ എന്നും കട്ടായം പറയുന്നത്. ഇത് തമ്മിൽ എന്തെങ്കിലും പൊരുത്തമുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കും. നിങ്ങൾ
എന്തുകൊണ്ട് ഇത് ശ്രദ്ധിക്കണമെന്ന് വിചാരിച്ചാൽ പലരും എന്നോട് പറയും ഇങ്ങനെയുള്ള പതിരുകളെ അങ്ങ് ഒഴിവാക്കുക. ഇങ്ങയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് തികട്ടി വരും, ഇയാളുടെ കാര്യവും ഞങ്ങളോട് പറയരുത് എന്ന് പലരും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ എന്തുകൊണ്ട് ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം ലളിതമാണ്. നിങ്ങൾ ദയവായി ഇങ്ങനെ ആയി പോകരുത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇനിയും എൻ്റെ ആശയത്തിൻ്റെ കാതലായ ഭാഗത്തേക്ക് വരട്ടെ. എങ്ങനെയാണ് അർണബ് ഗോസ്വാമിയെ പോലെയുള്ളൊരു വ്യക്തി ഇപ്രകാരം നികൃഷ്ടമായി അധപ്പതിച്ചു പോകുന്നത് എന്ന് അറിയേണ്ട ആവശ്യം നമുക്കുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതുപോലെ അർണബ് ഗോസ്വാമിയെ കുറഞ്ഞത് 30 വർഷത്തോളം എനിക്ക് പരിചയമുണ്ട്. ഈ മനുഷ്യൻ ജേർണലിസത്തിലേക്ക് കാലുകുത്തി, അന്ന് കാലുകുത്തിയാണ്, ഇപ്പോൾ എന്താണ് കുത്തുന്നത് എനിക്കറിയില്ല, പ്രവേശിച്ചപ്പോൾ തൊട്ട് എനിക്കറിയാം. സാമാന്യം നല്ല ഒരു യുവാവായിരുന്നു. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ എൻ്റെ ചങ്ക് പൊടിയുന്നുണ്ട്. ലോകത്തിൽ ഒരു വ്യക്തിക്കും ഇപ്രകാരമുള്ളൊരു തകർച്ച, ഒരധപ്പതനം ഉണ്ടാകരുത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യുവതി യുവാക്കന്മാരെ, എനിക്ക് നിങ്ങളോട് കൈകൂപ്പി പറയാനുള്ളത്, ഈ ലോകത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം നിങ്ങളുടെ വ്യക്തിത്വമായിരിക്കണം. നിങ്ങളുടെ ബാങ്ക് ബാലൻസോ, നിങ്ങൾ വസിക്കുന്ന വീടിൻ്റെ വലിപ്പമോ, നിങ്ങൾ ആസ്വദിക്കുന്ന ഭക്ഷണത്തിൻ്റെ പൊലിമയോ ഒന്നുമല്ല. നിങ്ങളുടെ വ്യക്തിത്വമായിരിക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ നേട്ടം, ഏറ്റവും വലിയ അഭിമാനം. ഈ ലോകത്തിലെ സർവ്വസമ്പത്തും ആർജിക്കാവുന്ന എല്ലാ സ്വാധീനവും മുഴുവനും കൈക്കലാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വ്യക്തിത്വമില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രയോജനം? അതുകൊണ്ട് ഒരു വ്യക്തി അവൻ്റെ വ്യക്തിത്വത്തെ പ്രോസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചില ആനുകൂല്യങ്ങളും അല്ലെങ്കിൽ വലിയ നേട്ടങ്ങളും ഒക്കെ കൈവരിക്കുമ്പോൾ അങ്ങനെയുള്ളവരെ കണ്ട് ബുദ്ധി പഠിപ്പാൻ നമുക്കിടയാകേണ്ടതിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് നാം മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തി പണത്തെയോ കസേരയോ സ്നേഹിച്ചാൽ ദയവായി ശ്രദ്ധിച്ച് കേൾക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. പണം എന്ന് പറയുമ്പോൾ പണ്ടത്തെ കാലത്ത് മെറ്റൽ കൊണ്ടാണ്, സിൽവർ അല്ലെങ്കിൽ ഗോൾഡ്. ഇപ്പം പിന്നെ കറൻസിയാണ്. ഇപ്പം കറൻസി ആണെങ്കിലും മെറ്റലാണെങ്കിലും അത് നിർജീവമാണ്, ജീവനില്ലാത്തതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പറ്റുന്ന അപകടത്തിൻ്റെ ഒരു മർമ്മം ജീവനുള്ളതിനെ തഴയുകയും ജീവനില്ലാത്തതിനെ പ്രേമിക്കുകയും ചെയ്യുകയാണ്. നിങ്ങളത് മനസ്സിലാക്കണം. അങ്ങനെ ജീവനുള്ളതിനെ വെറുത്ത് ജീവനില്ലാത്തതിനെ പ്രേമിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അങ്ങനെ ചെയ്യുന്ന വ്യക്തിയുടെ ഹൃദയം കല്ലായി പോകും. അങ്ങനെ ഹൃദയം കല്ലായൊരു വ്യക്തിക്ക് അവൻ്റെ വ്യക്തിത്വത്തിന് എന്തെങ്കിലും വില ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലും വിചാരിക്കാനോ വിശ്വസിക്കാനോ സാധ്യമല്ല. അങ്ങനെ വ്യക്തിത്വത്തിലുള്ള, സ്വന്തം വ്യക്തിത്വത്തിലുള്ള പ്രതീക്ഷയും വിശ്വാസവും നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ആ വ്യക്തി വലിയൊരു ശൂന്യതയുടെ അനുഭവത്തിലേക്ക്, അസഹനീയമായ ഒരു ശൂന്യതയുടെ അവസ്ഥയിലേക്ക് ആണ്ടുപോകും. അത് വഹിക്കാനാവാത്ത ഒരു ദുരവസ്ഥയാണ്. ആ ദുരവസ്ഥ എങ്ങനെ വഹിക്കേണ്ടു, അതിൻ്റെ ഭാരം എങ്ങനെയൊന്ന് ഒതുക്കേണ്ടു, അല്ലെങ്കിൽ ഇത് സംബന്ധമായി ഞാൻ അനുഭവിക്കുന്ന വീർപ്പുമുട്ടൽ എങ്ങനെയൊന്ന് കുറച്ചു കിട്ടേണ്ടു എന്ന് അന്വേഷിക്കുമ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ മനസ്സിൽ ആകെ ഉദിക്കുന്നത് 2 കാര്യങ്ങളാണ്: പണം, സ്വാധീനം. അപ്പോൾ സ്വയമേ മനഃപൂർവ്വം വിളിച്ചു വരുത്തി വെച്ച ഈ ഒരു അപകടം, ഈ ഒരു വലിയ രോഗം, അതായത് വ്യക്തിത്വത്തിൻ്റെ രോഗം, ആ രോഗശമനത്തിന് വേണ്ടി ഇങ്ങനെയുള്ളവർ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുക, ഏറ്റവും വലിയ വലിയ അധികാര ശക്തികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളുടെ പാദസേവ ചെയ്യുക, അവരുടെ സ്തുതിപാഠകന്മാരായി നെഞ്ചു വിരിച്ച് നടക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ അർണബ് ഗോസ്വാമിയുടെ സംസാര രീതി നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അതും കൂടെ പറഞ്ഞ് നിർത്താൻ പോവുകയാണ്.
ആരും നിങ്ങളോട് പറയണ്ട, വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ സംസാര രീതി നോർമൽ അല്ല. ആദ്യമായി ഇദ്ദേഹം ജേർണലിസത്തിന്റെ മേഖലയിൽ വരുമ്പോൾ അർണവ് ഗോസ്വാമി ഇങ്ങനെയല്ല സംസാരിച്ചിരുന്നത്. ഒരു നോർമലായ വ്യക്തിയെ പോലെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ തികച്ചും അബ്നോർമലായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു മനഃശാസ്ത്ര വിദഗ്ധൻ കൈകാര്യം ചെയ്യേണ്ട ഒരു കേസാണിത്. വളരെ കൃത്യമായി പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് ഹിസ്റ്റീറിയ വന്നാൽ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അങ്ങനെ ഹിസ്റ്റീറിയ വന്ന ആളുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചില ആളുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ടിപ്പിക്കലായിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. ഇപ്പൊ സാധാരണ ഒരു മനുഷ്യൻ സംസാരിക്കുമ്പോൾ സാഹചര്യം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഒന്നിൽ ശബ്ദം ഉയർത്തി പറയും, അല്ലെ താഴ്ത്തി പറയും. എന്നാൽ സാഹചര്യം ആവശ്യപ്പെടാതിരിക്കുമ്പോഴും യാതൊരു കാരണവുമില്ലാതെ വലിയ സ്വരത്തിൽ അലറുകയും വിളിച്ചു പോവുകയും മറ്റുള്ളവരെ ഷൗട്ട് ചെയ്യുകയും അവരെ അടിച്ചമർത്തുകയും താഴ്ത്തി വയ്ക്കുകയും അവരെ സംസാരിക്കാൻ പോലും അനുവദിക്കാതിരിക്കുകയും എൻ്റെ സ്വരം മാത്രം ലോകം മുഴുവനും കേൾക്കണം എന്ന വിധത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു രോഗമാണ്. ഇതൊരു കടുത്ത മൂത്ത രോഗമാണ്. പക്ഷെ അത് തിരിച്ചറിയാനുള്ള വിവേകം ഇദ്ദേഹത്തിനുമില്ല, അദ്ദേഹത്തിന്റെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പാരസൈറ്റുകൾക്കുമില്ല. ഇത് വളരെ വളരെ നിർഭാഗ്യകരമാണ്. വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അർണവ് ഗോസ്വാമിയുടെ അവസ്ഥയല്ല എന്നെ കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്. അവൻ്റെ അടുത്ത് വന്നിരുന്ന അവൻ്റെ ഈ ബലഹീനതയെ വലിയ ഒരു മേന്മയായി തെറ്റിദ്ധരിച്ച് അവനോട് സഹകരിച്ച് അവൻ്റെ പൊട്ടത്തരങ്ങൾക്ക് ആധികാരിക പകർന്നു കൊടുക്കാനായി നാണമില്ലാതെ കടന്നു വരുന്ന ഉന്നത പദം അലങ്കരിച്ചിട്ടുള്ള ആളുകൾ, ഇപ്പം ആർമിയിലൊക്കെ ജനറൽസൊക്കെ ആയിരുന്ന ആളുകൾ, ബുദ്ധി രാക്ഷസന്മാരെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ, സമൂഹത്തിൽ ഉന്നത സ്ഥലത്തിരിക്കുന്ന ആൾ എല്ലാം വന്നിരുന്ന് ഈ മാനസിക രോഗിയുടെ സ്ക്രിപ്റ്റ് അനുസരിച്ച് കാര്യങ്ങൾ ജൽപ്പിക്കുകയാണ്. ഒരു ജനറൽ ബക്സി എന്ന് പറഞ്ഞൊരു മഹാനുണ്ട്, ഇങ്ങനെ ഒരു കാളയുടെ കൊമ്പ് പോലെ മീശയൊക്കെ വെച്ച്. അതും ഇതേ കേസാണ്, ഒരു ഹിസ്റ്ററിക്കൽ അപ്രോച്ചാണ്. അപ്പോൾ പറയാനൊന്നുമില്ല, ഒന്നിലും വിശ്വസിക്കുന്നില്ല, ഒന്നിനെപ്പറ്റിയും കരുതുന്നില്ല, പക്ഷേ എന്തിലും വലിയ ധർമ്മരോഷം അവതരിപ്പിക്കുക. ഇനി അതെന്തുകൊണ്ടാണെന്ന് കൂടെ പറഞ്ഞു തന്നത്. നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും അപകർഷതാബോധത്തിൻ്റെയും നിരാശയുടെയും അവസ്ഥയിലാണ്. അതായത് ഓരോ വ്യക്തിക്കും ഏറ്റവും അത്യാവശ്യമായ കാര്യം അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ വില, അവൻ്റെ വില, സെൽഫ് വർത്ത് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഓരോ വ്യക്തിയും അവനിട്ട് കൊടുക്കുന്ന മാർക്ക്, അല്ലെങ്കിൽ അവന് ഉണ്ടെന്ന് ധരിക്കുന്ന വില, അത് അങ്ങ് തീരെ താണു പോകുമ്പോൾ അതിന് അപകർഷതാബോധം എന്ന് പറയും. എ സ്റ്റേറ്റ് ഓഫ് ലോ സെൽഫ് വർത്ത്, അപകർഷതാബോധം. ഇന്ന് ഭാരത സമൂഹത്തിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഈ അപകർഷതാബോധത്തിലാണ്. അതും ഒരു തരത്തിലുള്ള രോഗമാണ്, നോർമൽ അല്ലത്. അങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് പ്രതിഷേധിക്കുക എന്നത് ഒരു മാനസിക രോഗത്തിന് കൊടുക്കുന്ന മരുന്ന് പോലെയാണ്, മെഡിസിനൽ ക്വാളിറ്റിയാണ്. പ്രതിഷേധത്തിന് അത് ഒന്നും നേടാനല്ല, ഒന്നിലും വ്യത്യാസം വരുത്താനല്ല. ഇപ്പം ഈ പ്രഷർ കുക്കറിൽ നിങ്ങൾ വെള്ളം വെച്ച് തിളപ്പിച്ച് കഴിയുമ്പോൾ കുറേ അങ്ങോട്ട് കഴിയുമ്പോൾ ശബ്ദം വരത്തില്ലേ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ആളുകളുടെ മനസ്സിൽ അവരെ പറ്റിയുള്ള അപകർഷതാബോധത്തിൻ്റെ പ്രഷർ കൂടിക്കൂടി അതെങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ഒന്ന് പ്രകടിപ്പിച്ച് ഇതിന് ശമനം കിട്ടണം. പക്ഷെ പ്രകടിപ്പിക്കാനുള്ള യാതൊരു സാധ്യതയുമല്ല. പിന്നെ ആകെപ്പാടെ അവശേഷിക്കുന്ന സാധ്യത എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മാനസിക രോഗികൾ ടെലിവിഷൻ്റെ സ്ക്രീനിൽ വന്നിരുന്ന് അലറുകയും കീറുകയും മറ്റുള്ളവരെ കുലഭ്യം പറയുകയും വെറും പച്ച കള്ളം പറഞ്ഞുണ്ടാക്കുകയും കൈ കിട്ടുന്നതിലൊക്കെ അപമാനിക്കുകയും ചെയ്യുമ്പോൾ അത് ചെയ്യാൻ എനിക്ക് സന്തോഷമാണ്, അങ്ങനെ ചെയ്യാൻ എനിക്ക് സാധിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് ഞാനിത് അർണവ് ഗോസ്വാമിയുടെ സ്ഥാനത്ത് എന്നെ പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലീഷിൽ വിക്കേറിയസ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയും. അതായത്
എനിക്ക് നേരിട്ട് നേടാനോ അനുഭവിക്കാനോ കഴിയാത്ത ആ പ്രത്യേകമായ വൈകാരിക സുഖം മറ്റൊരാൾ അനുഭവിക്കുന്നതിൽ കൂടെ ഞാൻ അതിൻ്റെ പങ്കാളിയായി അതെൻ്റേതും കൂടെ ആക്കി തീർക്കുന്ന ഒരു വല്ലാത്ത ഒരു തന്ത്രത്തിൻ്റെ പേരാണ് വിക്കേറിയസ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ ജേർണലിസത്തിന് അപമാനമായ ഈ വ്യക്തി, ജേർണലിസം എന്താണെന്നതിനെപ്പറ്റി എനിക്ക് എൻ്റേതായ കാഴ്ചപ്പാടുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, ഞാൻ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ജേർണലിസം എന്ന് പറയുന്ന ആശയത്തിന് അപമാനമായ, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് മാർക്ക് ടള്ളി എന്ന് പറയുന്ന വ്യക്തിയെ അറിയാമായിരിക്കും. ഒരിക്കൽ ഡൽഹിയിൽ കത്തീഡ്രൽ, അതായത് CNI കത്തീഡ്രലിൽ ഞാനൊരു ആരാധനയ്ക്ക് പങ്കെടുത്തപ്പോൾ അവിടെ മാർക്ക് ടള്ളി ഇരിപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഇത് ഒരു 10-20 വർഷങ്ങൾക്ക് മുൻപാണ്, 20-25 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പം അർണവ് ഗോസ്വാമിക്ക് ഇത്രയും ഭ്രാന്ത് പിടിച്ചില്ല, ഇത്രയും രോഗം ബാധിച്ചിട്ടില്ല. എന്നിട്ടും മാർക്ക് ടള്ളിയോട് ചോദിച്ചു, ഈ അർണവ് ഗോസ്വാമിയെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഒന്നും പറയാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. മുഖത്തിൻ്റെ പ്രകടനം, മുഖത്തിൻ്റെ അവസ്ഥയിൽ നമുക്ക് മനസ്സിലാക്കാം എന്താണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ എന്നുള്ളത്. അപ്പം ഞാൻ സമയത്ത് സാന്ദർഭികമായി ഓർത്തുപോയി, ക്ഷമിക്കും. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഇങ്ങനെ ആയിപ്പോകരുത്. ജീവൻ പോയാലും നിങ്ങൾ ഇങ്ങനെ അധപ്പതിച്ച് പോകരുത്. ഈ അധപ്പതത്തിൻ്റെ കാരണം എന്താണ്? പണക്കൊതിയാണ്. പണക്കൊതി വരുമ്പോൾ മനുഷ്യൻ ജീവനുള്ള സഹജീവികളെക്കാൾ ജീവനില്ലാത്ത തൊട്ടിനെയും നോട്ടിനെയും സ്നേഹിക്കും. തൽഫലമായി അവൻ്റെ ഉള്ള് മരിച്ചു പോകും, അവൻ്റെ ഹൃദയം കല്ലായി പോകും, അവൻ്റെ വ്യക്തിത്വം നശിച്ചു പോകും. അതുകൊണ്ട് ഇന്ന് പറയുന്നതും നാളെ പറയുന്നതും തമ്മിൽ എന്തെങ്കിലും പൊരുത്തം ഉണ്ടാകണമെന്ന യാതൊരു തോന്നലും അവർക്ക് ഉണ്ടാകുകയില്ല. അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയും. കൺസിസ്റ്റൻസി, ഈ കൺസിസ്റ്റൻസിയാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിൻ്റെ ആധികാരികത, ഓത്തൻറ്റിസിറ്റി നിശ്ചയിക്കുന്നത്. അപ്പോൾ വ്യക്തിത്വത്തിനെ വ്യഭിചരിച്ചുകൊണ്ട് ഭൗതികമായ നേട്ടങ്ങൾ കൊയ്യുന്നതാണ് എൻ്റെ മിടുക്കെന്ന് വിചാരിച്ചൊരു മനുഷ്യൻ ഇറങ്ങിത്തിരിച്ചാൽ ഇങ്ങനെയിരിക്കും. പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും നിങ്ങൾ ഇതുപോലെ ആയിപ്പോകരുത് എന്ന് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.